T20 വേൾഡ് കപ്പ് നേടി രാജ്യത്തിന്റെ അഭിമാനം ലോക നെറുകയിലെത്തിച്ച ഇന്ത്യൻ ടീം അംഗങ്ങൾ ഡൽഹിയിലെത്തി. വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെയാണ് ഇന്ത്യൻ ടീമുമായുള്ള ചാർട്ടേഡ് വിമാനം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. പുലർച്ചെ മുതൽ ആയിരക്കണക്കിന് ആരാധകരാണ് പ്രിയ താരങ്ങളെ സ്വീകരിക്കാനായി ഡൽഹി വിമാനത്താവളത്തിന്റെ 3ാം ടെർമിനലിൽ കാത്തുനിൽക്കുന്നത്. താരങ്ങൾ പുറത്തു വരുന്നതും കാത്ത് അക്ഷമരായി തുടരുകയായിരുന്നു ആരാധകർ. ഇനി താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. 11 മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. ഇതിനുശേഷം സ്വീകരണത്തിനും റോഡ് ഷോയ്ക്കുമായി ടീം മുംബൈയിലേക്ക് പോകും. താരങ്ങൾ, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, കുടുംബാംഗങ്ങൾ എന്നിവർക്കായി BCCI പ്രത്യേക വിമാനം ഏർപ്പാടാക്കിയിരുന്നു. ബുധനാഴ്ച അതിരാവിലെ തന്നെ വിമാനം ബർബഡോസ് വിമാനത്താവളത്തിൽ എത്തി. കിരീട നേട്ടത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ബെറിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. ഇതോടെ ബർബഡോസിലെ വിമാനത്താവളവും അടച്ചു. ഇത് കാരണം ടീമിന് 3 ദിവസമായി ഹോട്ടലിൽ തുടരേണ്ടി വന്നു. ഇതോടെയാണ് യാത്ര പ്രതിസന്ധിയിലായത്. BCCI ഇടപെട്ടാണ് പ്രത്യേക വിമാനം ഏർപ്പാടാക്കിയത്. അങ്ങനെ ഇന്ന് കിരീടവുമായി എത്തിയ ടീമിനെ കാത്തിരിക്കുന്നത് വമ്പൻ സ്വീകരണങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദനങ്ങൾ അറിയിച്ച ശേഷം എല്ലാവരും മുംബൈയിലെ റോഡ് ഷോക്ക് വേണ്ടി പുറപ്പെടും. ട്രോഫിയുമായി താരങ്ങൾ മുംബൈ നഗരത്തിൽ റോഡ് ഷോ നടത്തും. നരിമാൻ പോയിന്റ്, മറൈൻ ഡ്രൈവ്, വാങ്ഡെ സ്റ്റേഡിയം വരെ ഓപ്പൺ ബസ്സിലാണ് റോഡ് ഷോ. വൈകിട്ട് 5 മുതലാണ് വിക്ടറി പരേഡെന്നും എല്ലാവരും എത്തിച്ചേരണമെന്നും രോഹിത് ശർമ്മ എക്സിൽ കുറിച്ചിരുന്നു. വാങ്കഡെ സ്റ്റേഡിയത്തിൽ സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. ടീമിന് BCCI പ്രഖ്യാപിച്ച 125 കോടി ഈ ചടങ്ങിൽ കൈമാറും. അതുപോലെ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും ടീം കൂടിക്കാഴ്ച നടത്തിയേക്കും. ആഘോഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ താരങ്ങൾ സിംബാബ്വേയിലെ ഹരാരെയിലെത്തും. സിംബാബ്വെക്കെതിരെയുള്ള T20 പരമ്പരയിൽ ഉൾപ്പെട്ടവരായിരിക്കും അങ്ങോട്ട് പോകുക. ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെട്ടിരുന്ന സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ശിവൻ ദുബെ എന്നിവരെ സിംബാബ്വെക്കെതിരെയുള്ള ആദ്യ 2 T20 മത്സരങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയത്.